CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷം ഭരണം തുടരും. മത്സരിച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ പരാജയപ്പെട്ടെങ്കിലും 17 വാർഡുകളിലും വിജയിക്കാനായി. എന്നാൽ 2 സീറ്റുണ്ടായിരുന്ന BJPക്ക് കാവുവട്ടം വാർഡ് നഷ്ടമായി. ഫലപ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെരിന്തൽമണ്ണ നഗരസഭയിൽ നേടിയ ഉജ്ജ്വല വിജയം മുഴുവൻ UDF പ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. ചെറിയ വിജയമല്ല, തിരുത്തിയത് ചരിത്രമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ വിജയം തനിക്കും മുന്നണിക്കും വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണം നിലനിർത്തിയത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമാണെന്ന് ചെയർമാൻ C. മുഹമ്മദ് ബഷീർ. UDFന്റെ വിജയം കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി മുഹമ്മദ് ബഷീർ വിലയിരുത്തി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തി. എന്നാൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാരാക്കുറിശി പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിലെ UDF ഭരണം നിലനിർത്തുകയും ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷം ഭരണം തുടരും. മത്സരിച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ പരാജയപ്പെട്ടെങ്കിലും 17 വാർഡുകളും വിജയിക്കാനായി. എന്നാൽ 2 സീറ്റുണ്ടായിരുന്ന BJPക്ക് കാവുവട്ടം വാർഡ് നഷ്ടമായി. ഫലപ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തിരഞ്ഞെടുപ്പിൽ 18 വാർഡുകളിലെ വിജയത്തിലൂടെ അധികാരത്തിലെത്തിയ LDF ഇത്തവണ 17 വാർഡുകളിലാണ് വിജയിച്ചത്. 33 ഡിവിഷനുകളുള്ള നഗരസഭയിൽ 14 വാർഡുകളിലാണ് UDF വിജയിച്ചത്. എന്നാൽ 2 സീറ്റുണ്ടായിരുന്ന BJPക്ക് കാവുവട്ടം വാർഡ് നഷ്ടമായി. ഒരു വാർഡിൽ വിജയിച്ചു വന്ന വെൽഫെയർ പാർട്ടി വാർഡ് നിലനിർത്തി. മത്സരിച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സാദിഖ് ഹുസൈൻ, P. വിഷ്ണു എന്നിവർ പരാജയപ്പെട്ടു. മുൻ വൈസ് ചെയർമാനും ലീഗ് നേതാവുമായ KK അസീസ് കച്ചേരിക്കുന്ന് വാർഡിൽ പരാജയപ്പെട്ടു. ഈ വാർഡിൽ VP സമീജ് 382ഉം അസീസ് 333 വോട്ടും നേടി. കോൺഗ്രസ് നേതാക്കളായ PP വിനോദ് കുമാർ, P. രാംകുമാർ എന്നിവരും പരാജയപ്പെട്ടു. ഫലപ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
CCN ചെറുപ്പുളശ്ശേരി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തി. UDFന് 13 സീറ്റുകളും ഇടതുപക്ഷ മുന്നണിക്ക് 3 സീറ്റുകളും ലഭിച്ചു. 2 സീറ്റുകൾ മറ്റുള്ളവർ നേടി. BJPക്ക് തച്ചനാട്ടുകരയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തിലെ കാവുവട്ടം വാർഡിൽ BJP വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും BJPക്ക് സാധിച്ചില്ല. കോട്ടോപ്പാടം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്ന 3 ഡിവിഷനുകളിലും UDF തന്നെയായിരുന്നു വിജയം. തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും അസീസ് വിജയിച്ചു. കോട്ടോപ്പാടം ഡിവിഷനിൽ നിന്നും നീതു ശങ്കർ വിജയം നേടി. അരിയൂർ ഡിവിഷനിൽ നിന്നും രഞ്ജിത്ത് വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അലനല്ലൂർ ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായ റഷീദ് ആലായനും വിജയിച്ചു. CCN ചത്തല്ലൂർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 6 കുളക്കാട്ടുകുറിശി തിരിച്ചുപിടിച്ചുകൊണ്ട് LDFന് ഇരട്ടി മധുരം നൽകിയിരിക്കുകയാണ് പി അരവിന്ദാക്ഷൻ. കടുത്ത മത്സരം നടന്ന ഈ വാർഡിൽ വിജയം ഉറപ്പിച്ചത് ഇടതുപക്ഷത്തിന് നേട്ടമായി. മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള അരവിന്ദാക്ഷൻ കടുത്ത മത്സരം നടന്ന ഈ വാർഡിൽ വിജയം ഉറപ്പിച്ചത് ഇടതുപക്ഷത്തിന് വലിയ നേട്ടമായി. കഴിഞ്ഞ തവണ UDFിലെ ലീലാരാജൻ കല്ലംപറമ്പിൽ വിജയിച്ച വാർഡായിരുന്നു കുളക്കാട്ടുകുറിശി. ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജൻ കല്ലംപറമ്പിലിനെ 107 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അരവിന്ദാക്ഷൻ വാർഡ് പിടിച്ചെടുത്തത്. ഈ വാർഡിൽ പി അരവിന്ദാക്ഷൻ 594 വോട്ടുകൾ നേടിയപ്പോൾ രാജൻ കല്ലംപറമ്പിലിന് 487 വോട്ടുകളാണ് നേടാനായത്. വിജയത്തിലൂടെ പി അരവിന്ദാക്ഷൻ വീണ്ടും പ്രാദേശിക ഭരണരംഗത്ത് സജീവമാകുന്നത് ശ്രീകൃഷ്ണപുരം രാഷ്ട്രീയത്തിൽ നിർണായകമാകും. 6ാം വാർഡിലാണ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരുപക്ഷെ തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിൽ 2015ലും 2020ലും നഷ്ടപ്പെട്ടു പോയ ഒരു വാർഡായിരുന്നു കുളക്കാട്ടുകുറിശി വാർഡ്. കുളക്കാട്ടുകുറിശി വാർഡിലെ തെരഞ്ഞെടുപ്പ് കടുത്ത ഒരു മത്സരം എന്ന രീതിയിൽ തന്നെ ഇടതുപക്ഷ മുന്നണി ഏറ്റെടുക്കുകയും എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ 6ാം വാർഡിൽ മത്സരത്തിന് ഇടതുപക്ഷ മുന്നണി തയ്യാറായപ്പോൾ 107 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ മുന്നണി ഇവിടെ വെന്നിക്കൊടി പാറിച്ചത്. കഴിഞ്ഞ നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കുളക്കാട്ടുകുറിശി വാർഡിൽ ജനങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം പരിഹാരം കാണാൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരുപക്ഷെ ഏറ്റവും ഉൾപ്രദേശമായി കിടക്കുന്ന കുളക്കാട്ടുകുറിശിയുടെ വികസനത്തിന് വേണ്ടി സമർപ്പിതമായി ഇനി വരാൻ പോകുന്ന 1830 ദിവസങ്ങൾ, 60 മാസങ്ങൾ, 5 കൊല്ലം എന്ന രീതിയിൽ അതിനെ ഏറ്റെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ എല്ലാ പിന്തുണയെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അതിനോടെല്ലാം നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തി. എന്നാൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാരാകുറിശി പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിലെ UDF ഭരണം നിലനിർത്തുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ഭരണം തുടരുമ്പോഴും UDFന്റെ മുന്നേറ്റം ശ്രദ്ധേയമായി. കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ച ഷീബ പാട്ടത്തൊടിയുടെ 1 സീറ്റ് മാത്രമാണ് UDFന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 14 ഡിവിഷനുകളിൽ 6 ഡിവിഷനുകളും UDF പിടിച്ചെടുത്തു. കാരാകുറിശി പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 11 സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുത്തപ്പോൾ LDFന് 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. BJP 1 സീറ്റും 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇവിടെ വിജയിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ 14 സീറ്റുകൾ നേടി UDF ഭരണം നിലനിർത്തി. LDFന് 4 സീറ്റുകൾ മാത്രം ലഭിച്ചപ്പോൾ BJP ഇവിടെ 2 സീറ്റുകൾ നേടി. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 20 വാർഡുകളിൽ 14 സീറ്റുകൾ നേടി LDF അധികാരം ഉറപ്പിച്ചു. UDFന് 4 സീറ്റുകളും BJPക്ക് 1 സീറ്റും ഇവിടെ ലഭിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 16 വാർഡുകളിൽ LDF 12 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തിയപ്പോൾ UDF 3 സീറ്റുകളും BJP 1 സീറ്റും നേടി. വെള്ളിനേഴി പഞ്ചായത്തിൽ 14 വാർഡുകളിൽ LDF 12 സീറ്റുകൾ നേടി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ഭരണം നിലനിർത്തി. UDFന് ഇവിടെ 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. BJPക്ക് പ്രാദേശിക തലത്തിൽ ഇത്തവണ നേട്ടമുണ്ടാക്കാനായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 1 വാർഡ് മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ 1 വാർഡ് കൂടി അധികം നേടി.
കൂടാതെ ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ വാർഡ് വീതം നേടി BJP അക്കൗണ്ടുകൾ തുറന്നു. CCN കടമ്പഴിപ്പുറം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണം നിലനിർത്തിയത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമാണെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ. UDFന്റെ വിജയം കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി മുഹമ്മദ് ബഷീർ വിലയിരുത്തി. തെറ്റിയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അംഗീകാരമാണല്ലോ ഒരു തുടർ ഭരണം മണ്ണാർക്കാട് നഗരസഭയിൽ തന്നത്. അല്ല, ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും അതിൽ ഒരു 80 വോട്ടിലാണ് 4 വാർഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 4 വാർഡ്. അപ്പോൾ അതുകൂടി കൂട്ടുകയാണെങ്കിൽ 17ഉം 4ഉം 21. അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. 18+ കൂട്ടിയിരുന്നു. അപ്പം എന്തായാലും ഇത് ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മണ്ണാർക്കാട് നഗരസഭ നടത്തിയ വികസനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ്. അതിലൊരു സംശയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾക്ക് തന്ന ആ ഒരു അംഗീകാരം, അതൊരു അഹങ്കാരമില്ലാതെ നല്ല രീതിയിൽ മണ്ണാർക്കാട് നഗരസഭയെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട്. 17 സീറ്റ് UDFന്റെ സ്ഥാനാർത്ഥികൾ 17 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി. 1-ാം വാർഡിൽ LDFന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എത്ര വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. 2 വോട്ടാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് കണക്ക് നോക്കിയിട്ടില്ല. പക്ഷേ അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി ജമാഅത്തെ ഇസ്ലാമിക്ക് ആ വോട്ട് മറിച്ചു കൊടുത്തു. 19ലെയും 20ലെയും അവരുടെ വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ, കച്ചവടം ചെയ്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ 2 വാർഡിലെ അവരുടെ വിജയം. അതിന് പകരം അവർ 1-ാം വാർഡിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് LDF സൗകര്യം ചെയ്തു കൊടുത്തു. ഷൗക്കത്ത് എൻ്റെ കാൻഡിഡേറ്റ് അല്ല, UDFന്റെ കാൻഡിഡേറ്റാണ്. അദ്ദേഹം അവിടെ ഒരുപാട് കാലമായിട്ട് പൊതുപ്രവർത്തനം എൻ്റെ കൂടെയാണെങ്കിൽ തന്നെ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിനുള്ളൊരു അംഗീകാരമാണത്. നല്ല ഒരു വിജയമാണ് അവിടുത്തെ ജനങ്ങൾ അവർക്ക് സമ്മാനിച്ചത്. നിങ്ങൾ ഇനി ചോദിക്കാനുള്ളത്, അതായത് മണ്ണാർക്കാട് നഗരസഭയിൽ അടുത്ത ചെയർപേഴ്സൺ ആരായിരിക്കും? അത് പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കും. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും ഒരു ചെയർപേഴ്സൺ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഉണ്ടാവും. കോൺഗ്രസിന് ഇത്തവണ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കും, ചെയർമാൻ സ്ഥാനം കൊടുക്കും. അല്ല, അതൊക്കെ കാലങ്ങളായിട്ട് ഒരു UDF സംവിധാനത്തിൽ എങ്ങനെയാണ് നടന്നത് എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തുടരും. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രതീക്ഷിച്ച സീറ്റുകൾ പോയത് എന്താ, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണോ ലീഗിന്റെ ഭാഗത്തു നിന്നാണോ? അതിൽ 2 ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഞങ്ങളതിൽ പിന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രസീത വൈസ് ചെയർപേഴ്സൺ തോറ്റത് 9 വോട്ടിനാണ്. ഞങ്ങളുടെ ഷമീർ 3-ാം വാർഡിൽ തോറ്റത് ചോമേരിയിൽ തോറ്റത് വളരെ കുറഞ്ഞ വോട്ടിനാണ്. അതുപോലെ അബിത തോറ്റത് പോസ്റ്റൽ വോട്ടിലാണ് തോറ്റത്. EVM അതിൽ കംപ്ലീറ്റ് 2 വോട്ടർ ഒപ്പത്തിനൊപ്പമായിരുന്നു. അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച വാർഡുകളായിരുന്നു. പിന്നെ മാസിത കാഞ്ഞിരമ്പാടത്ത് തോറ്റത് 50 വോട്ട് താഴെയാണ്. അല്ല, ഇതിൽ വിലയിരുത്തലുകൾ ഞങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 17+ഉം 18+ ഒക്കെ ഞങ്ങൾ കൂട്ടിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ 80 വോട്ടിൻ്റെ ഇതിലാണ് 4 വാർഡ് നഷ്ടപ്പെട്ടു പറയുമ്പോൾ തന്നെ അതിൽ ഞങ്ങളെ കാൽക്കുലേഷനിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം നിങ്ങൾ പറയുന്നത്, മുൻപ് പറഞ്ഞൊരു സംഭവം, ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അല്ല, ഞാനതിൽ പറയാൻ ഒരുപാട് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷം ഈ പ്രാവശ്യം മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് നിന്ന് മത്സരിച്ച ആളുകൾ 10 സ്ഥാനാർത്ഥികളെ അവരോട് നിർത്തി. അപ്പോൾ ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പെട്ടിയിൽ വീഴേണ്ട വോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊരു വിലയിരുത്തുമല്ലോ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞത്. തെറ്റിയെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അംഗീകാരമാണല്ലോ ഒരു തുടർ ഭരണം മണ്ണാർക്കാട് നഗരസഭയിൽ തന്നത്. അത് ഞങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സീറ്റ് CPM വർദ്ധിപ്പിച്ചു. ഒരു സീറ്റ് CPM വർദ്ധിപ്പിച്ചു എന്നുള്ളതിൽ പിന്നെ ഞങ്ങളതിൽ കാണുന്നത്, ഞങ്ങൾ 14 സീറ്റുള്ളത് 17 സീറ്റാക്കിയില്ലേ.
ഞങ്ങൾ 3 സീറ്റും വർദ്ധിപ്പിച്ചിട്ടില്ലേ. UDF 14 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. 17 സീറ്റായില്ല ഞങ്ങൾക്ക്. അപ്പോൾ വ്യക്തമായ ഒരു ഭൂരിപക്ഷവും ഞങ്ങൾക്കുണ്ടല്ലോ. എന്തായാലും ഞങ്ങളെ സ്വീകരിച്ച ജനങ്ങൾക്ക്, വോട്ട് ചെയ്ത ആളുകൾക്ക് മുഴുവൻ നന്ദി രേഖപ്പെടുത്തുക. CCN മണ്ണാർക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ UDF-ന്റെ അപ്രമാദിത്വം. മറ്റു മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കിയ UDF ഏകപക്ഷീയമായാണ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചത്. 33 ഡിവിഷനുകളിൽ ഒന്നുപോലും LDF-ന് വിട്ടു നൽകാതെയാണ് UDF വമ്പൻ ജയം സ്വന്തമാക്കിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് 5 സീറ്റുണ്ടായിരുന്നത് ഇത്തവണ 0 വഴിക്കടവ്, ആദവനാട്, എടപ്പാൾ, ചങ്ങരക്കുളം, മാറഞ്ചേരി ഡിവിഷനുകളിൽ നിന്നായിരുന്നു നേരത്തെ ജില്ലാ പഞ്ചായത്തിൽ ഇടത് പ്രതിനിധികൾ ഉണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പൊന്നാനി ഒഴികെയുള്ള 14ഇടത്തും UDF വെന്നിക്കൊടി പാറിച്ചു. പൊന്നാനിയിലും ശക്തമായ പോരാട്ടമാണ് നടന്നത്. പൊന്നാനി ഒഴികെയുള്ള 11 മുനിസിപ്പാലിറ്റികളും UDF പിടിച്ചു. 3 പതിറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന പെരിന്തൽമണ്ണ നഗരസഭയും LDF-നെ കൈവിട്ടു. ജില്ലയിൽ ആകെയുള്ള 94-ൽ 88 പഞ്ചായത്തുകളിലും UDF ജയിച്ചു. ഏലംകുളം, നിറമരുതൂർ, വാഴയൂർ, വെളിയങ്കോട് പഞ്ചായത്തുകൾ മാത്രമാണ് LDF-ന് അനുകൂലമായി ജനവിധി എഴുതിയത്. എടപ്പാളിൽ ആർക്കും ഭൂരിപക്ഷം നേടാനായില്ല. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയിൽ നേടിയ ഉജ്ജ്വല വിജയം മുഴുവൻ UDF പ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. ചെറിയ വിജയമല്ല, തിരുത്തിയത് ചരിത്രമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ വിജയം തനിക്കും മുന്നണിക്കും വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDF-ന് മാൻഡേറ്റ് നൽകിയത് ജനങ്ങളാണ്. എന്നാൽ ആ മാൻഡേറ്റിന് അട്ടിമറിച്ചത് പണം കൊണ്ടാണ്. ഒരു മെമ്പറെ വിലക്കെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ സാധാരണക്കാരനായിരുന്ന ഞങ്ങളുടെ ഒരു പ്രസിഡന്റിനെ ഒരു ഒരു കുതിരക്കച്ചവടത്തിലൂടെ പുറത്താക്കി ഇടതുപക്ഷ ഭരണം പുനഃസ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. പാർട്ടിക്ക് ഇപ്പോഴും ജനങ്ങളെ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനെതിരായിട്ടുള്ളൊരു ജനരോഷം അവിടെ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ തന്നെ ഏലംകുളം പഞ്ചായത്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ 5 വർഷം മുമ്പ് തന്ന മാൻഡേറ്റ് ഇതാ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. EMS-ന്റെ നാട്ടിൽ CPM-ന് ജയിക്കാൻ നോട്ടുകെട്ടുകളുടെ ബലം വേണ്ടി വന്നു എന്ന ഏറ്റവും സങ്കടകരമായൊരു യാഥാർത്ഥ്യത്തെയാണ് ഞങ്ങളന്ന് തുറന്നു കാണിച്ചത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഏലംകുളത്ത് ഞങ്ങൾ ജയിച്ചു. പുലാമന്തോളിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. UDF-ന് പല വാർഡുകളിലും പ്രചരണത്തിന് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വിജയം പുലാമന്തോളിലുണ്ടായി. 10 വർഷത്തിന് ശേഷം മേലാറ്റൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കൈമോശം വന്ന താഴെക്കോട് പഞ്ചായത്ത് ക്ലീൻ സ്വീപ്പിലാണ്, അല്ലേ നാസർ മാഷെ? 24-ൽ 18 സീറ്റും 16 സീറ്റും നേടി. ആലിപ്പറമ്പിൽ 24-ൽ 18 സീറ്റും നേടി. ഇവിടെ 163 വാർഡുകളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ 102 വാർഡുകൾ ജയിച്ചുകൊണ്ടാണ് UDF വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊരു കൃത്യമായ മാൻഡേറ്റാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിലെ മനസ്സിലാക്കുക, 19 സീറ്റുകളിൽ 17 സീറ്റും UDF ജയിച്ചു. ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് കരുതിയ ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം ഡിവിഷൻ അടക്കം ജയിച്ചു. ഇവിടെ ബഹുമാന്യനായ ഞങ്ങളുടെ UDF കൺവീനറുടെ ഭാര്യ സാജിദ ടീച്ചറാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി. അവർക്ക് 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതുപോലെ KT അജ്മൽ 10,000-ഓളം വോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഫൗസിയ പുലാമന്തോൾ പഞ്ചായത്തിലെ വലിയ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ജനവിധി എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതും ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് എന്നതുമാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷം ഭരണം തുടരും. മത്സരിച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ പരാജയപ്പെട്ടെങ്കിലും 17 വാർഡുകളിലും വിജയിക്കാനായി. എന്നാൽ 2 സീറ്റുണ്ടായിരുന്ന BJPക്ക് കാവോട്ടം വാർഡ് നഷ്ടമായി. ഫലപ്രഖ്യാപനം വന്നതോടെ ഇടതുമുന്നണി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെരിന്തൽമണ്ണ നഗരസഭയിൽ നേടിയ ഉജ്ജ്വല വിജയം മുഴുവൻ UDF പ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. ചെറിയ വിജയമല്ല, തിരുത്തിയത് ചരിത്രമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ വിജയം തനിക്കും മുന്നണിക്കും വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണം നിലനിർത്തിയത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമാണെന്ന് ചെയർമാൻ C. മുഹമ്മദ് ബഷീർ. UDFന്റെ വിജയം കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി മുഹമ്മദ് ബഷീർ വിലയിരുത്തി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തി. എന്നാൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാരാകുർശി പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിലെ UDF ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.